ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ട്രിപ്പ് പോകാനുണ്ടോ, മലേഷ്യക്കാണ് പോകുന്നത്. കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം പോവാണ്. അപ്പോൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് കയറുന്നത്. മലേഷ്യയിൽ കൂടുതലും എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഒരു 12:30 ഒക്കെ ആയപ്പോൾ ഫ്ലൈറ്റ് കയറിയതാണ്. രാവിലെ 5:30 ആയപ്പോഴേക്കും മലേഷ്യയിലെത്തി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഫ്രഷ് ആവാൻ വേണ്ടി വാഷ്റൂമിലൊക്കെ പോയി എല്ലാം സെറ്റാക്കിയിട്ട് നേരെ ഇമിഗ്രേഷനിലേക്ക് പോവാണ്. ഇമിഗ്രേഷനിലാണെങ്കിൽ നിറച്ച ആൾക്കാരും ആകെ 2 കൗണ്ടറും. ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവും. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു. ഷാർക്കിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടോ? ഇത് കഴിച്ചിട്ടുണ്ടോ ഷാർക്കിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്? ഒരെണ്ണം വാങ്ങിയാലോ ഷാർക്കിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. ഈ എയർപോർട്ടിലൊക്കെ എന്തോരം വ്യത്യസ്ത ടൈപ്പ് ഫുഡുകളാണ്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങൾ കണ്ടു. അത് കഴിക്കണോ? ഇല്ല, വേണ്ട. എനിക്ക് വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഇതാണ് നിന്റെ വണ്ടി. ഗ്ലൗ ഒക്കെ ഇട്ടത് വേറെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് ഇവിടെ കൈ കഴുകാനും സൗകര്യമില്ല. അവിടെ മിക്ക കടകളിലും ഒരു വാഷ് ബേസും പോലും ഇല്ല. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാലേ അറിയാലോ. അതെന്താ വെച്ചാൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഹോട്ട് സോസ് ആണ്. അപ്പോൾ നമുക്കത് അത്ര പറ്റൂല, നമ്മുടെ ഒരു ടേസ്റ്റിന് പറ്റിയ സാധനമല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്യാബ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബ്. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. എനിക്ക് ഇതിൽ കയറിയപ്പോൾ തൊട്ടിട്ട് ഒരു ടോക്കിയോ ഡ്രിഫ്റ്റ് ആ ഒരു ടൈപ്പ് മൂവീസൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇയാളെ കണ്ടാലും അങ്ങനെയാണല്ലോ തോന്നണേ. അപ്പോൾ നമ്മൾ ആദ്യം ഉച്ചവരെ ഒരു റെസ്റ്റ് എടുക്കാനും ഫ്രഷ് ആവാനും ഒക്കെ ആയിട്ട് ഒരു ഹോട്ടലും, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വൽ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സുവാര എന്ന് പറയുന്ന ഹോട്ടലിൽ എത്തി. അവിടുത്തെ കാര്യങ്ങളും ചെക്കിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ. ലോകത്തിലെ എല്ലാ പൈസ ഉണ്ടല്ലോ, അത് നോക്കി പക്ഷെ പഴയതാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് ഉച്ചവരെയുള്ള നമ്മുടെ റൂം. ഇതേപോലത്തെ 2 റൂമാണ് എടുത്തത്. കാരണം ഞങ്ങൾ മൊത്തം 8 പേരാണ് ഈ ഒരു മലേഷ്യ ട്രിപ്പിലേക്ക് വന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒന്ന് കിടന്നുറങ്ങി കുളിച്ചു ഫ്രഷായി ഞങ്ങളിനി ആക്ച്വൽ ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വിൻഡോ വഴി ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നമുക്ക് ആകെ മൊത്തം ഒരു ഡ്രാമ വൈബാണ്. വണ്ടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും കാര്യങ്ങളൊക്കെ. ഇതാണ് റിങ്കറ്റ്സ്. ഇവിടുത്തെ പൈസയ്ക്ക് റിങ്കറ്റ്സ് എന്നാണ് പറയുക. ഇത് ഒരു റിങ്കറ്റ് എന്ന് പറയുന്നത് 20 ഇന്ത്യൻ റുപ്പിയാണ്. സോ നമ്മുടെ രണ്ടാമത്തെ ക്യാബ് വന്നു. ഈ ഒരു ക്യാബിൽ കയറിയിട്ടാണ് നമ്മുടെ ആക്ച്വൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ സ്ഥലത്തെത്തി. പക്ഷേ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമുക്ക് എടുത്ത് തരാനോ അല്ലെങ്കിൽ കീ തരാനോ സംഭവങ്ങൾ ഓപ്പൺ ചെയ്യാനോ ഒന്നിനൊരു അറ്റൻഡേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ നേരം തപ്പിയായിരുന്നു കീ കിട്ടി. കീ കിട്ടിയതിന് ശേഷം റൂം അൺലോക്ക് ചെയ്യാൻ നോക്കിയിട്ടും കുറേ ഡിഫിക്കൽട്ടീസ്. നമ്മളെ കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല. അങ്ങനെ കുറേ നേരം എന്തൊക്കെയോ ചെയ്ത് അവസാനം അതുകൊണ്ട് തുറന്നു. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് ഞാൻ ആകെ അന്തം വിട്ട്. കാരണം നമ്മളൊരു ഹോട്ടൽ റൂമാണ് എക്സ്പെക്ട് ചെയ്ത് പോയത്. പക്ഷെ ആക്ച്വലി അതൊരു വില്ല തന്നെ നമ്മളങ്ങനെ ടോട്ടലായിട്ട് 2-3 ദിവസത്തേക്ക് എടുക്കുക ചെയ്തത്. കാരണം 8 പേരുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് എടുത്തത്. ഇതൊരു വീടാണ് അല്ലേ? അങ്ങനെ ഞങ്ങൾ വില്ലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ് വരാന്തയിലേക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഹോളിലിരുന്ന് കുറച്ച് സിനിമയും കാര്യങ്ങളൊക്കെ കാണുകയാണ്. ഞങ്ങളാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് മേടിക്കാൻ വേണ്ടി താഴേക്ക് പോയി. അങ്ങനെ ഫുഡൊക്കെ കിട്ടി. ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡെലിവറി ചെയ്ത് കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോഴാണ് പെരുമഴ, ഭയങ്കര മഴ, ഭയങ്കര കാറ്റും മഴയൊക്കെ. അപ്പോൾ ഇന്ന് വൈകിട്ടാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകാനൊക്കെ കുറേ പ്ലാൻ ചെയ്തിരുന്നു. ആ പ്ലാനും കാര്യങ്ങളും ഒന്നും ഇനി നടക്കില്ല, കാരണം അത്രയും മഴയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ സിനിമയൊക്കെ കണ്ട് അവിടെ തന്നെ ഇരുന്നു രാത്രി ആവുന്നവരെ. രാത്രിയായപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഇൻഫിനിറ്റ് പൂൾ ഉണ്ട്. അപ്പോൾ അതെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരെ മുകളിലേക്ക് അത് നോക്കാൻ പോവുകയാണ്. സംഭവം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി താഴെ വന്ന് ഡ്രസ്സ് എടുത്തിട്ട് പോയി വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പൂളൊക്കെ കണ്ട് നല്ല അടിപൊളി പൂളാണ് കേട്ടോ. നല്ല ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഇൻഫിനിറ്റി പൂൾ തന്നെ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പെട്രോണിക്സും പിന്നെ ട്വിൻ ടവറും അങ്ങനെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെന്താ വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഡ്രസ്സ് ഇടുന്നത് തീരെ ഇഷ്ടമല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതൂര് അതൂര് ടീഷർട്ട് ഊര് മറ്റൂര് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് അധിക സമയം സ്വിമ്മിംഗ് പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തു. കാരണം എന്തെങ്കിലും ചെയ്യണമല്ലോ, ഇന്ന് രാത്രി വേറെ പരിപാടിയൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് ഇപ്രാവശ്യം ഓർഡർ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഈ സിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ.
എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ വന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗ്. ഇത് എന്തോ ഒരു ഉയരമാണെന്ന് നമ്മൾ പുറത്ത് നിന്ന് നോക്കിയപ്പോഴാണ് ആക്ച്വലി മനസ്സിലായത്. ഇവിടെ ആണെങ്കിൽ കാറുകൾക്കൊന്നും അങ്ങനെ മോഡിഫിക്കേഷൻ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഏത് പാട്ട കാർ കണ്ടാലും നല്ല രസമായിരിക്കും. അറ്റ്ലീസ്റ്റ് അതിനൊരു സൗണ്ട് മോഡിഫിക്കേഷൻ എങ്കിലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലെത്തി. ഇവിടെ വിവിധ തരം ഫുഡുകളുണ്ട്. തവള പൊരിച്ചത്, മറ്റേത് മറിച്ചതെന്നൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഈ മാങ്ങകളൊക്കെ ഇത്രയും പെർഫെക്റ്റ് ഷേപ്പിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്തോ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. കുറേ ഐസിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൂട്ടി കുഴച്ചൊരു വലിയൊരു സാധനം. അപ്പോൾ ഇതാണ് അവിടുന്ന് മേടിച്ച പാൻ കേക്ക്. 2 ടൈപ്പ് പാൻ കേക്ക് മേടിച്ചു. ഒരെണ്ണം ന്യൂട്ടല്ലയും ഒരെണ്ണം ലോട്ടസും. രണ്ടും വേറെ ലെവലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും ടേസ്റ്റുള്ള ഒരു പാൻ കേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല. പക്ഷേ ഏതായാലും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നിനി രാത്രി വേറെ പരിപാടികളൊന്നുമില്ല. ഫ്ലൈറ്റും യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയർഡാണ്. അപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. 10 ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പാർട്ട് 2 അധികം വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. സോ വീഡിയോ മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.